ഓരോ തെരഞ്ഞെടുപ്പിന്റെ പാറ്റേൺ വ്യത്യസ്തമാണെന്നാണ് ഇവർ ഓരോ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം പറഞ്ഞത്. ലോക്സഭയുടെ പാറ്റേൺ അല്ല ലോക്കൽ ബോഡിയുടെ പാറ്റേൺ അല്ല നിയമസഭയ്ക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ എല്ലാ തെരഞ്ഞെടുപ്പിലും ഒരേ പാറ്റേണിൽ UDF അനുകൂല തരംഗത്തിൽ വലിയ ഭൂരിപക്ഷത്തോടെ ഞങ്ങൾ ജയിച്ചു വരുന്നു എന്നുള്ളത് ഇവിടെ നിൽക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഭയമുണ്ട് എന്നുള്ള ആ വ്യാഖ്യാനം ശരിയല്ല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവും. ജനവിരുദ്ധമായിട്ടുള്ള പൗരത്വ നിയമത്തിനെതിരെ സമരം ചെയ്ത ആളുകൾക്കെതിരെ കലാപാഹ്വാനത്തിന് കേസെടുത്ത സർക്കാരിന്റെ പേര് പിണറായി വിജയൻ സർക്കാർ എന്ന, നരേന്ദ്രമോദിക്കെതിരെ മുദ്രാവാക്യം വിളിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള സമരഭടന്മാർക്കെതിരെ കലാപാഹ്വാനത്തിന് കേസെടുത്ത സംഘപരിവാർവൽക്കൃത പോലീസിന്റെ പേര് പിണറായി വിജയന്റെ പോലീസ് എന്ന. നമ്മൾ മറന്നുപോയിക്കൂടാലോ. അങ്ങനെ ഓരോന്നും പൗരത്വ നിയമം ആയിക്കോട്ടെ, വഖഫ് അമെന്റ്മെന്റ് നിയമം ആയിക്കോട്ടെ, അതുപോലെ ഫലസ്തീൻ അനുകൂല സമരം ആയിക്കോട്ടെ, ഏത് വിഷയത്തിലും നരേന്ദ്രമോദിയുടെ ഇച്ഛയ്ക്കും ഇംഗിതത്തിനും അനുസരിച്ച് കലാപാഹ്വാനത്തിന് കേസെടുത്ത പിണറായി വിജയന്റെ പോലീസ് കേരളം ഭരിക്കുന്ന കാലഘട്ടത്തിലാണ് ഗോവൻ ഇത്തരം വർത്തമാനം പറയുന്നത്. സ്വന്തം സഖാക്കന്മാർക്ക് പോലും വിശ്വസിക്കാവുന്ന കാര്യമല്ല. കിട്ടിയാ ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. ഇനി നിങ്ങൾ തമ്മിൽ ഡീലുണ്ടോ എന്ന് ചോദിക്കുന്നു. ഞാൻ ഈ കുറഞ്ഞ കാലത്തിനുള്ളിൽ സമീപകാല ചരിത്രം മാത്രം പരിശോധിച്ചാൽ കൊടകര കുഴൽപ്പണ കേസിൽ എങ്ങനെയാണ് നിങ്ങൾ നിരന്തരം കുഴൽപ്പണം കടത്തി എന്ന് ആക്ഷേപിക്കുന്ന കെ സുരേന്ദ്രൻ ആ കേസിലെ സാക്ഷിയാക്കപ്പെട്ടത്? കെ സുരേന്ദ്രന് അനുകൂലമായിട്ടുള്ള സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ കൊണ്ടുവന്ന പണമാണ് എന്ന് കേരള പോലീസിന്റെ കണ്ടെത്തലുണ്ടായിട്ടും തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ കൊണ്ടുവന്ന പണം എന്നുള്ള രീതിയിലുള്ള അതിനനുസരിച്ചിട്ടുള്ള വകുപ്പുകളിട്ട് കേരള പോലീസ് കേസെടുത്തില്ല. പിടിക്കാൻ കഴിയാത്തതും പോലീസിന്റെ കഴിവുകേടാണ്. BJP നേതാക്കന്മാർക്കെതിരായിട്ടുള്ള അന്വേഷണം നരേന്ദ്രമോദിക്ക് അന്വേഷണത്തിന് അയച്ചു കൊടുത്തിട്ട് കാത്തിരുന്നു എന്നാണ് CPM അവകാശപ്പെടുന്നത്. ഇനി മഞ്ചേശ്വരം കോഴക്കേസിൽ കേരളത്തിലെ പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പിന്റെ പ്രോസിക്യൂഷൻ നേരാവണ്ണം ഹാജരാകാതെ നിലപാടെടുക്കാതെ കെ സുരേന്ദ്രന് അനുകൂലമായിട്ടുള്ള വിധി ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി. ഇവരുടെ ഒന്നാം പിണറായി വിജയൻ സർക്കാരിൽ ഇവരുടെ കൂടെ ഇരുന്ന റവന്യൂ മന്ത്രി ചന്ദ്രശേഖരനെ BJP-ക്കാർ തല്ലി കൈയും കാലും ആക്രമിച്ച് അധിക്ഷേപിച്ച് ദേഹോപദ്രവം ഏൽപ്പിച്ച കേസിൽ CPM നേതാക്കന്മാരടക്കമുള്ള ആളുകൾ മൊഴി മാറ്റിയത് കൊണ്ട് BJP-ക്കാർ രക്ഷപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. തൃശൂർ പൂരം കലക്കിക്കൊണ്ട് RSSന് അനുകൂലമായിട്ട് സേവാഭാരതിയുടെ ആംബുലൻസ് കടന്നു വരാൻ സാഹചര്യം ഒരുക്കി, സുരേഷ് ഗോപിക്ക് ജയിക്കുന്ന സാഹചര്യം ഒരുക്കി. എന്നിട്ട് സുനിൽ കുമാർ എന്ന LDF-ന്റെ സ്ഥാനാർത്ഥി നിരന്തരം പറഞ്ഞിട്ട് അക്കാര്യത്തിൽ ഒരു അന്വേഷണം നടത്താനോ അന്വേഷണം നടത്തി ഒരു നടപടി സ്വീകരിക്കാനോ RSSന് അനുകൂലമായിട്ട് നയപരിപാടി നടപ്പാക്കിയ ADGP MR അജിത്കുമാറിനെയോ അല്ലെങ്കിൽ അന്നത്തെ അന്വേഷണം നടത്തിയ റിപ്പോർട്ടൊക്കെ വന്നു. ആ റിപ്പോർട്ടിലെ ക്ലീൻ ഷീറ്റ് ആരാണ് അന്വേഷണം നടത്തിയത്? ADGP MR അജിത്കുമാറിന്റെ നേതൃത്വത്തിൽ. ആരെ കുറിച്ച് ആരോപണമുള്ളത്? ADGP MR അജിത്കുമാറിനെതിരെ. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? കൊണ്ട് ഉപ്പിലിട്ട് വെക്കും. RSSന്റെ നേതാക്കന്മാരായിട്ടുള്ള ദത്താത്രേയ ഹൊസബോളയും രാംമാധവനെയും 10 ദിവസത്തെ ഇടവേളകളിൽ കണ്ട് രഹസ്യ സംഭാഷണം നടത്തിയ ADGP MR അജിത്കുമാറിനെ കുറിച്ചിട്ടാണ് ആദ്യത്തെ ആരോപണം. അയാൾ തന്നെ അന്വേഷിക്കുന്നു, അയാൾ തന്നെ ക്ലീൻ ചീറ്റ് കൊടുക്കുന്നു, എന്നിട്ട് അത് വലിയ മഹത്തായ സേവനമാണെന്ന് പറയുന്നു. ഞാനൊന്ന് ചോദിക്കട്ടെ, ആ അങ്കിത് അശോക് എന്ന് പറഞ്ഞാൽ സിറ്റി പോലീസ് കമ്മീഷണർക്കെതിരെ എന്ത് നടപടിയാണ് സ്വീകരിച്ചത്? തൃശൂർ പൂരം കലക്കിക്കൊണ്ടാണ് സുരേഷ് ഗോപി ജയിച്ചതെന്നുള്ള ആക്ഷേപം വന്നിട്ട് ഈ CPM-ന് എന്ത് നടപടി അവിടെ സ്വീകരിക്കാൻ പറ്റിയത്? അറ്റ്ലീസ്റ്റ് ആ സുനിൽ കുമാറിനെങ്കിലും പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പറ്റുമോ? പിണറായി വിജയനോടൊപ്പം ക്യാബിനറ്റിൽ ഇരിക്കുന്ന ആ രാജൻ എന്ന് പറഞ്ഞ മന്ത്രിയെ ബോധ്യപ്പെടുത്താൻ പറ്റിയോ? ഈ വക കൂതറ കളി കളിക്കാൻ നിനക്കല്ലാതെ മറ്റാർക്കും സാധിക്കും. CPI-യെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പറ്റിയോ? ഇനി അതിനപ്പുറത്ത് തൃശ്ശൂര് അവര് നമ്മൾ SIR-മായി ബന്ധപ്പെട്ട വിഷയം വരുമ്പോഴും അതുപോലെ വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട വിഷയം വരുമ്പോഴും സുരേഷ് ഗോപിയുടെ വീട്ടിലുള്ളവർ, സുരേഷ് ഗോപിയുടെ ഡ്രൈവർ അടക്കമുള്ള ആളുകൾ ഇരട്ടയോട്ടും കള്ളവോട്ടും ചേർത്തു എന്നുള്ള ആരോപണങ്ങൾ തെളിവ് സഹിതം പുറത്തു വന്നിട്ട് CPM എന്ത് പൊളിറ്റിക്കൽ ടേക്കാണ് അതിലെടുത്തിട്ടുള്ളത്? അതൊന്നും ഇല്ലെങ്കിലും ദാരിദ്ര്യത്തിന് കുറവൊന്നുമില്ലല്ലോ. ഒന്നും സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല, അപ്പോ ഇത് ഇവിടെ കുറെ കാലങ്ങളായി നടക്കുന്നു. അവിടെയാണ് ഞങ്ങൾ ഒരു ആരോപണം ഉന്നയിക്കുന്നത്. ഈ പാലക്കാട് ഒരു സ്വതന്ത്രനെ നിർത്തിക്കൊണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൽ നിന്ന് സീറ്റ് കിട്ടാതെ പിണങ്ങി പിരിഞ്ഞ് BJP-യിൽ ചെന്ന് അവിടെയും ഇടം കിട്ടാതെ CPM-ൽ ചെന്ന ആൾക്ക് പാർട്ടി ചിഹ്നം കൊടുത്ത് രാഷ്ട്രീയ പോരാട്ടമാണ് നടത്തുന്നത് എന്ന് വെല്ലുവിളി നടത്തിയ ആളുകൾ ഇന്ന് അതിലും വലിയ രാഷ്ട്രീയ പോരാട്ടം കേരളമെമ്പാടും നടക്കുമ്പോൾ പാലക്കാട് എങ്ങനെയാണ് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ ഇറക്കി മത്സരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് ശോഭാ സുരേന്ദ്രൻ അനുകൂലമായിട്ട് CPM വോട്ടുകൾ മറിക്കാൻ വേണ്ടിയിട്ടുള്ള ഗൂഢാലോചനയാണ്. അങ്ങനെയാണ് സംഗതിയുടെ കിടപ്പ്. സംശയമുണ്ട്. പാലക്കാട് ശോഭാ സുരേന്ദ്രൻ ജയിക്കുകയും കോൺഗ്രസ് 2ാം സ്ഥാനത്ത് വരികയും ഇപ്പോൾ 3ാം സ്ഥാനത്താണ് CPM. അതിനേക്കാൾ താഴെ പോയാൽ CPM വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്ക് പോയാൽ അങ്ങനെ ഒരു ബ്ലണ്ടറിന് അവർ നിന്നു കൊടുക്കുമോ? ആര്യാണ് ചോദ്യം കറക്റ്റ് ആണ്. അത് നേരിട്ട് നോക്കിയാൽ നമുക്കൊരു നിഷ്കളങ്ക ചോദ്യമാണ്, ശരിയാണെന്ന് തോന്നും. അതിലേക്ക് ഒരു കുഴപ്പമുണ്ട്. എന്റെ നമ്പരായി എനിക്കുള്ളത് മേടിച്ചിട്ട് വരാം. കൊടുങ്ങല്ലൂരും തൃപ്പൂണിത്തറയും BJP വലിയ രീതിയിൽ സംഘടനാ പ്രവർത്തനം നടത്തുന്ന 2 സ്ഥലങ്ങളാണ്. ആ 2 സ്ഥലങ്ങളിലും 2020-യുടെ ചക്കയുമായിട്ടാണ് ആരൊക്കെയോ ഒന്ന് മത്സരിപ്പിക്കാൻ കൊണ്ടുവരുന്നവർക്ക് വോട്ടർ പട്ടിക പോലും പേരില്ല. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് പല ആളുകളെയും കണ്ടെത്തുമ്പോൾ ചിലപ്പോൾ ഏത് മുന്നണിയിൽപ്പെട്ട ആളുകളും ആയിരിക്കാം നമ്മളൊരു അപ്പോഴത്തെ ഒരു വൈബ് അനുസരിച്ച് ആളുകളെ കണ്ടെത്തുമ്പോൾ ചിലപ്പോൾ വോട്ടുണ്ടായി നമുക്ക് വരില്ല. അത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ നിയമസഭ പോലെ 140 സ്ഥാനാർത്ഥികളെ ആകെ മത്സരിപ്പിക്കുന്നുള്ളൂ. അതിന് 2020-ക്ക് 13 പേരെയാണെന്ന് പറയുന്നു. അങ്ങനെയുള്ള സ്ഥലത്ത് വെറുതെ റിയാലിറ്റി ഷോ കണ്ടിട്ട് അപ്പൊ പേപ്പർ എടുത്ത് എഴുതി സ്ഥാനാർത്ഥികൾ ഉണ്ടാക്കുമ്പോൾ വോട്ടർ പട്ടിക പോലും പേരില്ലാത്ത ആളുകളെ മത്സരിപ്പിക്കാൻ വരുന്ന സംഘടനയ്ക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ തൃപ്പൂണിത്തറയും കൊടുങ്ങല്ലൂരും അടക്കമുള്ള സ്ഥലങ്ങളിലും ഈ ക്രോസ് വോട്ടിങ്ങിന് BJP CPM-നെ സഹായിക്കാനുള്ള ആസൂത്രണമുണ്ട് എന്ന് സംശയിക്കേണ്ടി വരും. ആർക്കായാലും സംശയം തോന്നാം. ഇനി ആര്യയുടെ ചോദ്യം, അങ്ങനെ ഒരു ബ്ലണ്ടറിന് പാലക്കാട് അവർ ശ്രമിക്കോ എന്ന് ഞാൻ ചോദിക്കട്ടെ. KC വേണുഗോപാൽ ആലപ്പുഴയുടെ MP-യാണ്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ആരിഫ് എന്ന് പറഞ്ഞ സിറ്റിംഗ് MP-ക്ക് അതിന് മുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ കിട്ടിയതിനേക്കാൾ 1 ലക്ഷത്തിലധികം വോട്ട് കുറവാണ് എന്ന് മാത്രം
മാത്രമല്ല ശോഭാ സുരേന്ദ്രൻ എന്ന BJP-യുടെ സ്ഥാനാർത്ഥിക്ക് 1 ലക്ഷത്തിലധികം വോട്ട് കൂടുതൽ കിട്ടി. ഇവർക്ക് ബ്ലണ്ടർ ആയിട്ട് തോന്നിയില്ലല്ലോ. ഇവനെ സൂക്ഷിക്കണം, ഇവനതിൽ എന്തോ കൈയുണ്ട്. ഇവർക്ക് ഒരു ആക്ഷേപമായിട്ട് തോന്നിയില്ലല്ലോ. തൃശ്ശൂർ കോൺഗ്രസിന്റെ UDF-ന്റെ 80,000 വോട്ട് പോയത് സുരേഷ് ഗോപിക്ക് മറിച്ചു കൊടുത്താണെന്നുള്ള ആക്ഷേപം ഉന്നയിക്കുന്ന ഇവർക്ക് ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ 1 ലക്ഷം വോട്ട് കൂടുകയും അവിടെ KC വേണുഗോപാൽ ജയിക്കുകയും അതേസമയം തന്നെ ആരിഫിന്റെ 1 ലക്ഷത്തിലധികം വോട്ട് കുറയുകയും ചെയ്ത സാഹചര്യത്തെ കുറിച്ച് ഒരു അവലോകനം നടത്തണ്ട. ഒരു പ്രത്യേക ജീവിതല്ലേ. പാലക്കാട് ശോഭാ സുരേന്ദ്രൻ മത്സരിച്ച സമയത്താണ് CPM 3-ാം സ്ഥാനത്തേക്ക് പോയത്. എന്റെ ചോദ്യം, നിങ്ങൾ നിർത്തിയ കാൻഡിഡേറ്റ് ഒരു പൊളിറ്റിക്കൽ കാൻഡിഡേറ്റ് ആണോ ജിൻഡോ? ഞങ്ങൾ നിർത്തിയിരിക്കുന്ന ആൾ ആരാണ്? ഞങ്ങളുടെ ആൾ രമേശ് പിഷാരടി. അദ്ദേഹം സിനിമയിൽ അഭിനയിച്ചു എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് രാഷ്ട്രീയ ബോധ്യമില്ല എന്നുള്ള തെറ്റിദ്ധാരണ നിങ്ങൾക്ക് വേണ്ട. കൃത്യമായിട്ട് കോൺഗ്രസ് പൊളിറ്റിക്സ്, സംഘപരിവാർ വിരുദ്ധ പൊളിറ്റിക്സ്, അക്രമ രാഷ്ട്രീയ വിരുദ്ധ പൊളിറ്റിക്സ്, കൃത്യമായിട്ട് കേരളത്തിലെ സാധാരണക്കാരുടെ രാഷ്ട്രീയം എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നിരന്തരം രാഷ്ട്രീയ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുന്ന നിലപാടുകളുള്ള ഒരു കാൻഡിഡേറ്റിനെയാണ് ഞങ്ങൾ നിർത്തിയിരിക്കുന്നത്. ഞാനൊരു വലിയ സംഭവം അല്ലേ. കേവലം സിനിമ അങ്ങനെയാണെങ്കിൽ പാലക്കാട് ഒരു ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ഒരു ഇടമാണ്. ഷാഫി പറമ്പിലിനെ ഈ ശ്രീധരൻ വിറപ്പിച്ചതാണ് അക്ഷരാർത്ഥത്തിൽ. അത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ രമേശ് പിഷാരടിനെ കൊണ്ടുവരുന്നു. രമേശ് പിഷാരടിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആദ്യ സമയത്ത് മമ്മൂട്ടി വരും കേട്ടോ. ഇന്നിപ്പോൾ നാമനിർദ്ദേശ പത്രിക കൊടുക്കാൻ പോകുമ്പോൾ ഷാഫി പറമ്പിലിന്റെ മമ്മൂട്ടിയുടെ വീഡിയോ കോൾ. നിങ്ങൾ അവിടെ എന്ത് വികസനം കൊണ്ടുവരുമെന്നല്ലേ പറയേണ്ടത്, അല്ലാതെ മമ്മൂട്ടി വരുമെന്നാണോ പറയേണ്ടത്? പാലക്കാട് ആദ്യം ഒരു അല്പ അസൗകര്യം കാണും, പിന്നെ അത് ശീലമായിക്കോളും. ഈ മമ്മൂട്ടി എന്താ അത്ര മോശക്കാരാണോ ആര്യ? മമ്മൂട്ടി മോശക്കാരനാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. മമ്മൂട്ടി കേരളത്തിന്റെ മഹാനടനാണ്. മമ്മൂട്ടി എങ്ങനെയാണ് മോശക്കാരനാവുക? പക്ഷേ രാഷ്ട്രീയത്തിൽ നിങ്ങൾ ഒരു തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുമ്പോൾ മമ്മൂട്ടി വരുമെന്നാണോ പറയേണ്ടത്, അതോ പാലക്കാട് ഞാൻ എന്ത് നടപ്പാക്കും, ഞാൻ എന്ത് കൊണ്ടുവരും, ഇതുവരെയുള്ള ഇതിൽ നിന്ന് ഇപ്പം 2 തവണയായി UDF തന്നെയാണ്, അപ്പോൾ അതിൽ നിന്ന് മുന്നോട്ട് ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നല്ലേ രമേശ് പിഷാരടി സംസാരിക്കേണ്ടത്, അല്ലാതെ മമ്മൂട്ടിയുടെ വീഡിയോ കോൾ ആണോ കാണേണ്ടത്? അപ്പൊ നീ എനിക്ക് പുല്ലുവിലൂടെ തരുന്നത് പുല്ലുവില. ഞാൻ അതിലേക്ക് പറയാം. എനിക്ക് സമയം തന്നെ ഉണ്ടായി. എനിക്ക് ഒരു മറുപടിയും കൂടി പറയാനുണ്ട്. അത് കൂട്ടത്തിൽ ഇതും കൂടി പറയാം. അപ്പൊ എനിക്ക് സമയം തന്നെ. മമ്മൂട്ടി 1.25 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് കേരളത്തിലെ സംസ്ഥാന സർക്കാർ അതിദരിദ്രരില്ല എന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടി തെരഞ്ഞെടുത്ത മഹാനടന്റെ പേരാ മമ്മൂട്ടി. അതേ മമ്മൂട്ടി പാലക്കാട് വരുമെന്ന് പറയുന്നത് ഒരു മോശപ്പെട്ട കാര്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. മമ്മൂട്ടി സന്ദർശിക്കുകയും മമ്മൂട്ടി വണ്ടി ഓടിക്കുന്ന പാലത്തിന്റെ വീഡിയോ ഇടുമ്പോഴും അത് സംസ്ഥാന സർക്കാരിന്റെ നേട്ടമാണെന്ന് അവകാശപ്പെടുന്ന ഒരു സർക്കാർ കേരളം ഭരിക്കുമ്പോൾ ഞാൻ ജയിച്ചാൽ ഈ നാട്ടിൽ മമ്മൂട്ടി വരുമെന്ന് പറയുന്നത് ഒരു തെറ്റാണെന്ന് വിചാരിക്കുന്നില്ല. അത് ശരിയാ. കേരളത്തിലെ നടന്മാരിൽ കൃത്യമായി രാഷ്ട്രീയ ബോധ്യമുള്ള പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് പറയാൻ കപ്പാസിറ്റി ഉള്ള ഒരു മഹാനടനാണ് മമ്മൂട്ടി. അതുകൊണ്ട് മമ്മൂട്ടിയുടെ വീഡിയോ കാണിക്കുന്നത് ഒരു മോശപ്പെട്ട കാര്യമാണെന്ന് വിചാരിക്കുന്നില്ല. പിന്നെ ഷാഫി പറമ്പിൽ പാലക്കാടിന്റെ MLA ആയിരുന്നപ്പോ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ എന്തൊക്കെയായിരുന്നു ആ ജനതയ്ക്ക് അറിയാം, അത് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ ബോധ്യത്തോടെ തന്നെയാണ് ഞങ്ങളുടെ പാർട്ടി ചിഹ്നത്തിൽ അവിടെ നിർത്തിയിരിക്കുന്നത്. ചളമായെന്നാ തോന്നുന്നു. രമേശ് പിഷാരടിയെ അതുപോലെ 10 കൊല്ലം കേരളം ഭരിച്ച പാർട്ടിക്ക് എന്തുകൊണ്ടാ സ്വന്തം സ്ഥാനാർത്ഥിയെ പാർട്ടി ചിഹ്നത്തിൽ നിർത്താൻ പറ്റാതെ ഏതോ ബിരിയാണിയുടെ കഥയും പറഞ്ഞുകൊണ്ട് വരുന്നത്? അപ്പോൾ ഞങ്ങൾ അത് ചോദിക്കുമ്പോൾ നിങ്ങൾ പറയുന്നു, ഗോപനെ പോലുള്ള ആളുകൾ പറയുന്നു മുസ്ലിം നാമധാരി എന്ന്. ഞങ്ങൾ ആരും മുസ്ലിം നാമധാരി എന്ന് പറഞ്ഞിട്ടില്ല. ഞങ്ങൾ നിങ്ങളുടെ ചിഹ്നം എവിടെ, നിങ്ങളുടെ പാർട്ടി ചിഹ്നം എവിടെ എന്നുള്ള രാഷ്ട്രീയ ചോദ്യമാണ് ചോദിക്കുന്നത്. ഈ മുസ്ലിം നാമധാരി എന്നുള്ള തോന്നൽ ഗോപൻ ഉണ്ടാകുന്നത് ഷാഫി പറമ്പിൽ വടകര മത്സരിച്ചപ്പോ കാഫിർ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കി തോൽപ്പിക്കാൻ നോക്കിയതിന്റെ അതേ സംഘപരിവാർ ബോധം നിങ്ങളെ ഇപ്പോഴും പേർന്നത് കൊണ്ടാ. ഒരക്ഷരം പോലും തെറ്റിയില്ല. അതേ സംഘപരിവാർ ബോധം പേർന്നത് കൊണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് മുസ്ലിം നാമധാരി എന്ന് തോന്നുന്നത്. ഞങ്ങൾ അവിടെ മുസ്ലിം നാമധാരികളെ ഒരു 30 സെക്കൻഡ് ആര്യ, 30 സെക്കൻഡ് ഒന്ന് ഫിനിഷ് ചെയ്തോട്ടെ. ഒരു 30 സെക്കൻഡ്. അവിടെ കാണുന്ന മുസ്ലിം നാമധാരികളെ, ഹിന്ദു നാമധാരികളെയോ ക്രിസ്ത്യൻ നാമധാരികളെയോ അല്ല, 3 മുന്നണി സ്ഥാനാർത്ഥികളെയാ. അവിടെ കോൺഗ്രസ് ചിഹ്നത്തിൽ മത്സരിക്കുന്നു, BJP ചിഹ്നത്തിൽ മത്സരിക്കുന്നു. CPM 10 കൊല്ലം ഭരിച്ച പാർട്ടിക്ക് എന്തുകൊണ്ടാണ് ചിഹ്നത്തിൽ മത്സരിപ്പിക്കാൻ അവിടെ ഒരു ധൈര്യമില്ലാതെ പോകുന്നത്? അതിന്റെ പേരാണ് പൊളിറ്റിക്കൽ ഡീല്, BJPക്ക് വോട്ട് പറിക്കാൻ വേണ്ടിയിട്ടുള്ള പൊളിറ്റിക്കൽ ഡീൽ. ഞാനതല്ലാന്ന് എനിക്ക് തെളിയിക്കണം. സത്യം അവള് മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി എങ്ങനെ തെളിയിക്കും?